والصلاة والسلام على نبيه المجتبى سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനാദരവുള്ള ഉസ്താദുമാരെ, വേദിയിൽ ഉപവിഷ്ടരായ ശിഷ്യവൃന്ദങ്ങളെ, ഉമ്മബന്ധന്മാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമയം വളരെ അതിക്രമിച്ചതിനായി ഞാൻ എൻ്റെ ആളുകൾ നീട്ടിപ്പരുതാതെ മുഹമ്മദ് നബി നമ്മുടെ മാതൃക എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വലോകത്തിനും കാരുണ്യമായി മാത്രമാണ് അയക്കപ്പെട്ടത്. അങ്ങേയറ്റത്തെ അനുകമ്പയും കാരുണ്യവും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ മുഖമുദ്രയായിരുന്നു. ഖുർആൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിചയപ്പെടുത്തുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും കാരുണ്യമായി മാത്രമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കപ്പെട്ടത് എന്നാണ് അതിന്റെ സാരം. അന്ന് വരെ ലോകം പുച്ഛത്തോടെ കാണുകയും അവഹേളിക്കുകയും ചെയ്തവരാണ് അടിമകൾ, സ്ത്രീകൾ, പെൺകുട്ടികൾ തുടങ്ങിയവർ. ലോകം അവരെ പുച്ഛത്തോടെ കാണുകയും അവഹേളിക്കുകയും ചെയ്തു. മാനുഷിക പരിഗണന പോലും നൽകാതെ അതുപോലെ നീചകമായി അവരെ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് പ്രവാചകനും വിശുദ്ധതയുമായ അറേബ്യയുടെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. അടിമകളും സ്ത്രീകളും പെൺകുട്ടികളും മനുഷ്യരാണെന്നും അവർക്കെല്ലാവരെയും പോലെ ജീവിക്കാൻ അർഹതയുണ്ടെന്നും പെൺമക്കൾ വീട്ടിന്റെ ഐശ്വര്യമാണെന്നും പെൺമക്കളെ ജീവനോടെ കുളിച്ചു കൂടുന്നത് ക്രൂരതയാണെന്നും ലോകത്തോട് വിളംബരം ചെയ്തു മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉടമ ധരിക്കുന്ന അതേ വസ്ത്രം അടിമയെ ധരിപ്പിക്കണമെന്നും ഉടമ ഭക്ഷിക്കുന്ന അതേ ഭക്ഷണം അടിമയെ ഭക്ഷിപ്പിക്കണമെന്നും അമിത ജോലി ഏൽപ്പിക്കുന്ന ഭക്ഷ്യം ജോലിയിൽ അവരെ സഹായിക്കണമെന്നും ലോകത്തോട് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കർത്തവ്യ സമൂഹത്തിന്റെ ഭാഗമാണെന്നും നിറത്തിന് പേരിൽ ഇസ്ലാമിൽ മഹത്വമോ നിഷിദ്ധമോ ഇല്ലെന്നും എല്ലാവരും ആദമിന്റെ സന്തതികളും മനുഷ്യരാണെന്നും ലോകത്തോട് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനുഷ്യരോട് മാത്രമല്ല സർവ്വ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്നവനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു ഒട്ടകം വന്നുകൊണ്ട് തന്നെ അറുക്കാൻ കൊണ്ടുപോകുന്നുവെന്ന് പരാതി വന്ന ഒട്ടകത്തെ ഉടമസ്ഥനെ വിളിച്ചുകൊണ്ട് ആ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കി. ആ ഉടമസ്ഥന്റെ കൂടെ തന്നെ ആ ഒട്ടകത്തെ പറഞ്ഞയച്ചു ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു സഹാബി തന്റെ പ്രവാചകന് സമ്മാനമായി സമർപ്പിക്കാൻ കൊണ്ടുവന്ന പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ച സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ പറഞ്ഞയച്ചു ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെ 23 വർഷത്തെ പ്രബോധന ജീവിതത്തിലുടനീളം സർവ്വലോകത്തിനും കാരുണ്യമായിട്ട് മാത്രമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് എന്നതിന്റെ തെളിവുകളാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് തെളിയിച്ചു കാണിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മൊത്തം മാതൃകയാണ്. നാം കൂടുതൽ അറിയാനും പഠിക്കാനുമുണ്ട്. ജീർണതകൾ നിറഞ്ഞ ഫാഷൻ സംസ്കാരത്തിന്റെ പിന്നിൽ പോകുന്ന ആധുനിക മനുഷ്യഗുണത്തോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനം നാം പിൻപറ്റുകയും അവിടുത്തെ സുന്നത്തുകൾ നാം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. താങ്ക് യു.